ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രഡീഷണൽ പലഹാരമായ ചക്കയടയുടെ റെസിപ്പി ആയിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. വളരെ രുചികരമായ ചക്കയട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചക്കയുടെ ചുള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ചുളയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്താണ്. നമുക്ക് അടയ്ക്ക് ഒരു ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തേങ്ങാക്കൊത്ത് കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ സാധാരണ അടയുണ്ടാക്കുന്നത് പോലെ വാഴയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്ക് ആവിയിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. സ്വാദിഷ്ടമായ ചക്കയട തയ്യാറായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.